A solid shaft of 200 mm diameter. Same cross section area of a hollow shaft of the same material with the inside diameter 150 mm. അപ്പോൾ ഇവിടെ നമുക്ക് സോളിഡ് ഷാഫ്റ്റ് 200 mm ഡയമീറ്റർ ഉള്ളതും ഹോളോ ഷാഫ്റ്റ് ഇന്റേണൽ ഡയമീറ്റർ 150 ഉള്ളതിന് സെയിം ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് കണക്ട് ചെയ്യാൻ പറ്റും? സോളിഡ് ഷാഫ്റ്റ് ഓഫ് 200 mm. അപ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ബൈ 4 ഇൻറ്റു 200 സ്ക്വയർ അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹോളോ ഷാഫ്റ്റിന്റെ ഇന്റേണൽ ഡയമീറ്റർ 150 ആണ്. ഇത് 150 ആണ്. ഈ ക്രോസ് സെക്ഷൻ ഏരിയയും തമ്മിൽ സെയിം ആകുന്നുണ്ട്. ദാറ്റ് മീൻസ് പൈ ബൈ 4 ഇൻറ്റു സം ഡി മൈനസ് ഡി സ്ക്വയർ മൈനസ് 150 സ്ക്വയർ. ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ടർ ഡയമീറ്റർ കിട്ടും അല്ലേ? അപ്പൊ വീണ്ടും ക്വസ്റ്റിലേക്ക് വന്നാൽ with incident, find the ratio of the power transmitted by both the shaft at the same speed. അപ്പോൾ പി എച്ചും പി എസും പി സോളിഡും പി ഹോളും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സെയിം സ്പീഡാണ്. അപ്പം എൻ സെയിം ആണ്. എൻ എച്ചും എൻ എസും സെയിം ആണ്. സോ പി എച്ച് ബൈ പി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ വ്യത്യാസം വരുന്ന ഏതാ? ടി മാത്രമേ വ്യത്യാസം വരുള്ളൂ അല്ലേ? പവറിൻ്റെ ഇക്വേഷൻ 2π/NT/60 ആണ്. അപ്പോൾ അതിൽ എൻ സെയിം ആണെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയി. ആകെ വ്യത്യാസം വരുന്നത് ടി മാത്രമാണ്. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കണം. രണ്ടിൻ്റെ ടോർക്ക് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ഡയമീറ്റർ ഒക്കെ നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ടോർക്ക് എന്താ ഇക്വേഷൻ? T/J is equal to τ/R അല്ലേ? സെക്കൻഡ് പാർട്ട് എന്താ പറയുന്നത്? ആംഗിൾ ഓഫ് ടെസ്റ്റ് ഇൻ ഈക്വൽ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്സ് വെൻ സബ്ജക്ട് ടു ദ സെയിം സ്ട്രെസ്. രണ്ടിന്റെ റേഷ്യോ തീറ്റ എസും തീറ്റ എച്ചും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. നോക്കാം എങ്ങനെ ചെയ്താന്നുള്ളത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, NS NH സെയിം ആണ്. ഡി ഇന്നർ 150 ആണ്. CH സെയിം ആണ്. സെയിം മെറ്റീരിയൽ ആണ്. ഏരിയ ഓഫ് ദ സോളിഡും ഏരിയ ഓഫ് ദ ഹോളും സെയിം ആണ്. അതും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഏരിയ ഒക്കെ സെയിം ആണെങ്കിൽ ടോ എസും ടോ എച്ച് സെയിം ആയിരിക്കും. ലെങ്ത്തും സെയിം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാ? പി എച്ച് ബൈ പി എസും തീറ്റ എച്ച് ബൈ തീറ്റ എസും ആണ്. സോ പി എച്ച് ബൈ പി എസ് എന്ന് പറഞ്ഞാൽ ടോർക്ക് ഓഫ് ദ എച്ച് ഡിവൈഡ് ബൈ ടോർക്ക് ഓഫ് ദ സോളിഡ്. നമ്മൾ പറഞ്ഞ 2π/NT/60 2π/NT/60 ആണ്. അപ്പോൾ ആകെ വ്യത്യാസം ഇതാണ്. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷനിൽ ഈ നമുക്കറിയാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് സോളിഡ് ആണ്, ഒന്ന് ഹോളോ ആണ്. ഈ ഇക്വേഷൻ ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, ഈ ഫോമിലൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട. നമ്മൾ പഠിച്ച പോലെ ചെയ്താൽ മതി. അത് വെച്ചിട്ട് ടോർക്ക് എസും ടോർക്ക് എസിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ്. ഈ ഇക്വേഷൻ തൽക്കാലം ബോധർ ചെയ്യേണ്ട. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇന്റേണലും ഔട്ടറിന്റെയും ഡയമീറ്റർ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് PS/PH/TS. അതും ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ ആ ക്ലൂ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഫൈനലി വിൽ ബി ഗെറ്റിംഗ് PH/PS = 1.7. ഓക്കെ, ഔട്ടർ ഡയമീറ്റർ ഞങ്ങളുടെ ഔട്ടർ ഡയമീറ്റർ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്തു 250. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത്രത്തോളം ഫോർമുലയും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ കണ്ടേ, π/4 is equal to π/4 into d²/dy² is equal to 5/2. അപ്പോൾ ഇത് വെച്ചിട്ട് അവർ ഔട്ടർ ഡയമീറ്റർ കണ്ടുപിടിച്ചു. ഈ ഔട്ടർ ഡയമീറ്റർ നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം അപ്ലൈ ചെയ്താൽ മതി. സോ PH/PS = 1.7 കിട്ടി. ഇതേപോലെ ടോർഷണൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതാണ് ടോർഷണൽ ഇക്വേഷൻ. തീറ്റന്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത് രണ്ടിന്റെയും. തീറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. തീറ്റ എസ് ഇസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തീറ്റ എച്ച് ബൈ തീറ്റ എസ് കിട്ടും. സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A solid shaft of 60 mm diameter is to be replaced by a hollow shaft of the same material. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് റീസെന്റ്. വളരെ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ എന്താണെന്നുള്ളത്. അപ്പോൾ സോളിഡ് ഷാഫ്റ്റ് 60 mm ഡയമീറ്ററിനെ നമ്മൾ ഹോളോ ഷാഫ്റ്റ് മാറ്റണം.
അവിടെ ഇന്റേണൽ ഡയമീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ സെയിം ആണ്, അത് മാത്രമേ ഉള്ളൂ അവിടെ സിമിലാരിറ്റി. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് ആൻഡ് പെർസെന്റേജ് സേവിംഗ് ഇൻ വെയിറ്റ് if the maximum allowable shear stress of the same is the same for both the shaft. ഇപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻ ടോ എച്ചും ടോ എസും സെയിം ആണെന്ന് തന്നിരിക്കണം. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് റിലേഷൻസ് ഉണ്ടാക്കണം. എന്നിട്ട് സേവിങ്സ് ഇൻ വെയിറ്റ് എന്ന് കാര്യം. സേവിങ്സ് ഇൻ വെയിറ്റ്, സേവിങ്സ് ഇൻ ദ മെറ്റീരിയൽ, ഫൈൻ ദ ഡയമീറ്റർ, പെർസെൻറ്റേജ് സേവിങ്സ് ഇൻ ദ വെയിറ്റ് എന്ന് ചോദിച്ചാൽ പെർസെൻറ്റേജ് സേവിങ്സ് ഇൻ ദ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് വെയിറ്റ് ഓഫ് ദ സോളിഡ് ഈസ് ഈക്വൽ ഡബ്ല്യു എസ്, വെയിറ്റ് ഓഫ് ദ ഹോളോ ഈസ് ഈക്വൽ ഡബ്ല്യു എച്ച് ആണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസിന് ഏതിനായിരിക്കും വെയിറ്റ് കൂടുതൽ ഉണ്ടാവുക? സോളിഡിനായിരിക്കോ ഹോളോനായിരിക്കോ? സോളിഡിനായിരിക്കും. അപ്പോൾ സോളിഡിന്റെ വെയിറ്റ് മൈനസ് ഹോളോന്റെ വെയിറ്റ് ആയിരിക്കും ചേഞ്ച് ഇൻ വെയിറ്റ്. ദാറ്റ് ഡിവൈഡഡ് ബൈ സോളിഡിന്റെ വെയിറ്റ്. അപ്പോൾ ഒരു പെർസെൻറ്റേജ് കിട്ടും. ഇതാ VS minus VH by VS into 100. That is the percentage savings in the weight. അപ്പോൾ ഈ പെർസെൻറ്റേജ് സേവിങ്സ് കാണണമെങ്കിൽ വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ നമുക്കറിയാം. വെയിറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്, അല്ലേ? വെയിറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി ഈസ് റോ. റോ രണ്ട് സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അപ്പം റോയിൽ തമ്മിൽ ചേഞ്ചസ് ഇല്ല. ആകെ വ്യത്യാസം വരുന്നത് എന്താ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലെ വ്യത്യാസമുള്ളൂ. ലെങ്ത് സെയിം ആണ്. അപ്പൊ ലെങ്ത് സെയിം ആണ്, ഡെൻസിറ്റിയും സെയിം ആണെങ്കിൽ ആകെ വ്യത്യാസം വരുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാത്രമാണ്. അപ്പൊ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും നമ്മൾ ഇതിനെ ഡിസൈഡ് ചെയ്യാം, അല്ലേ? അപ്പോൾ WH/WS എന്ന് പറഞ്ഞാൽ ഏരിയ, ഇതിന് രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ഒക്കെ പോയി കഴിഞ്ഞാൽ അവസാനം H/AS മാത്രമേ. ഏരിയ ഓഫ് ഹോളോ, ഏരിയ ഓഫ് സോളിഡ് നമുക്കറിയാം. ഈ ഇക്വേഷൻ നോക്കണ്ട, നമ്മൾ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഒരു റേഷ്യോ കിട്ടും. അതാണ് തമ്മിലുള്ള റേഷ്യോ. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഡയമീറ്റർ അറിയണം. ആ ഡയമീറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫൈൻഡ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റർ. അപ്പൊ ഇവിടെ വൺ ഷാഫ്റ്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ എ ഹോളോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് പകരം മറ്റൊരാൾക്ക് ചെയ്യാൻ പകരം നമ്മൾ ഒരാളെ വെക്കണമെങ്കിൽ ആദ്യത്തെ ആൾ ചെയ്യുന്ന പണി രണ്ടാമത്തെ ആൾ എടുക്കണ്ടേ? എന്നാലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ ആൾ ചെയ്യുന്ന പണി എന്താ? ഇവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യലാണ്. അപ്പൊ ആദ്യത്തെ ആളെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യലും രണ്ടാമത്തെ ആളെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യലും സെയിം ആണെങ്കിൽ മാത്രമേ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ കണ്ടീഷൻ അതാണ്. ഇഫ് വൺ ഈസ് ടു ബി റീപ്ലേസ്ഡ് വിത്ത് അതർ, അവരുടെ പണി നടക്കണം. അപ്പൊ ഇവിടെ പണി എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യലാണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാളെ പവറിന്റെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ തമ്മിലുള്ള TH അല്ലെങ്കിൽ ടോർക്കിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും. പവർ ട്രാൻസ്മിറ്റ് സെയിം ആകുമ്പോൾ 2π/NT/60 ആണ്. അപ്പോൾ ടിയും സെയിം ആയിരിക്കുമല്ലോ. ഒന്നുകിൽ പവർ ഒരേപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഒരുപോലെ ആയിരിക്കണം. അതാണ് ഈ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടോർക്കാണ്. ടോർക്ക് ട്രാൻസ്മിറ്റഡ് ആണ്. അപ്പോൾ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ തമ്മിലുള്ള റേഷ്യോ കിട്ടും. ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഡയമീറ്ററും കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് വെയിറ്റ് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ വെയിറ്റ് വെച്ചിട്ട് ഇവിടെ സേവിങ്സിന്റെ വെയിറ്റിന്റെ ഇക്വേഷനിലേക്ക് പോയി. ക്ലിയർ അല്ലേ? ഇത് കുറച്ചൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റൻ ആണ്, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള 1-2 സ്റ്റെപ്പേ ഉള്ളൂ. പക്ഷെ ആ ട്വിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പോൾ ഇവിടെ വെയിറ്റ് തമ്മിലുള്ള റേഷ്യോ കാണാൻ പറഞ്ഞു. വെയിറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. പെർസെൻറ്റേജ് വെയിറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഇക്വേഷൻ ആലോചിച്ച് നോക്കാം. അപ്പോൾ വെയിറ്റ് കാണണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയണം. വെയിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വോളിയം, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്, അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി ആണ്. അപ്പോൾ ഏരിയ തമ്മിലുള്ള റിലേഷൻ കിട്ടണമെങ്കിൽ ഡയമീറ്റർ തമ്മിലുള്ള റിലേഷൻ അറിയണം. ആ ഡയമീറ്റർ തമ്മിലുള്ള റിലേഷൻ അറിയാനാണ് ആദ്യം ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നത്. ടോർക്ക് രണ്ടും സെയിം ആണ്, അല്ലെങ്കിൽ പവർ രണ്ടും സെയിം ആണെന്നുള്ള കോൺസെപ്റ്റ് തന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഇന്റേണൽ ഔട്ടർ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നു, ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിച്ചാൽ പിന്നെ വെയിറ്റ് കാണാലോ, വെയിറ്റ് കണ്ടുപിടിച്ചാൽ ഇത് കാണാലോ. അങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പവർ ദാറ്റ് ക്യാൻ ബി സേഫ്ലി ട്രാൻസ്മിറ്റഡ് ബൈ എ സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ് 100 mm diameter running at 250 rpm. ഡയമീറ്റർ തന്നിട്ടുണ്ട്, RPM തന്നിട്ടുണ്ട്. വിത്തൗട്ട് എക്സീഡിംഗ് ദ ഷിയർ സ്ട്രെസ് ടോ തന്നിട്ടുണ്ട്. ടോ കൂടാൻ പാടില്ല. ഇഫ് ദ ഷാഫ്റ്റ് ഈസ് ടു ബി റീപ്ലേസ്ഡ് ബൈ ഹോളോ ഷാഫ്റ്റ് സെയിം എക്സ്റ്റേണൽ ഡയമീറ്റർ ബട്ട് വിത്ത് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഓഫ് 70 Newton/mm². ഇതിനെ മാറ്റണം. അവിടെ ടോ വ്യത്യാസമുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഇന്റേണൽ ഡയമീറ്റർ ടു ട്രാൻസ്ഫർ ദ സെയിം പവർ ഓഫ് ദ സെയിം സ്പീഡ് ഓഫ് ദ സോൾ ഷാഫ്റ്റ്. ഇപ്പൊ പവർ സെയിം ആണ്, N സെയിം ആണ്. പവർ N സെയിം ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ T സെയിം ആയിരിക്കും.
ആണോ? ആ രീതിയിലാണ് ഇവിടെ പോകുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇത്രയാണ്. പവറും കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്തൊക്കെയാ? പവറാണ്. ഫൈൻഡ് ദ പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ എ സോളിഡ് സ്റ്റേറ്റ് ഷാഫ്റ്റ്. അപ്പൊ അത് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ പവർ ട്രാൻസ്മിറ്റഡ് ഇസ് ഈക്വൽ ടു 2πnt/60, ദാറ്റ് ഇസ് ടി. അപ്പൊ അത് സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ ഈ ക്യാപിറ്റൽ ടി കണ്ടുപിടിച്ചു, പവർ കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് പവർ ഇസ് 308 kW. ഇനി പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? സെയിം പവർ തന്നെ ഹോളോ ഷാഫ്റ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റേണൽ ഡയമീറ്റർ എന്താണെന്ന് ചോദിച്ചത്. സെയിം പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഇതിന് ടോ ലിമിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ, സ്ട്രെങ്ത് ഇക്വേഷൻ, അത് വെച്ചിട്ട് ഹോളോ ഷാഫ്റ്റിലെ ടി കണ്ടുപിടിച്ചു. ഈ ഹോളോ ഷാഫ്റ്റിലെ ടി കാണാനാണ് സോളിഡ് ഷാഫ്റ്റ് വെച്ചിട്ട് വേറെ കുറെ കണ്ടീഷൻ തന്നത്. സെയിം പവർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സെയിം പവർ വേണമെങ്കിൽ സെയിം ടോർക്കാണ് ഇവിടെ. സെയിം പവർ എന്ന് പറഞ്ഞാൽ സെയിം ടോർക്ക് തന്നെയല്ലേ. അപ്പോൾ ടോർക്ക് നമുക്ക് കിട്ടി. അത് വെച്ചിട്ടാണ് ഇവിടെ ഈ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻ. സോളിഡ് ഷാഫ്റ്റ് 80 mm ഡയമീറ്റർ ഈസ് ടു ബി റീപ്ലേസ്ഡ് ബൈ ഹോളോ ഷാഫ്റ്റ് എക്സ്റ്റൻഡ് ഡയമീറ്റർ എക്സെട്ര. ഫൈൻഡ് ഔട്ട് ഇന്റേണൽ ഡയമീറ്റർ ഇഫ് ദ സെയിം പവർ ഇസ് ട്രാൻസ്മിറ്റഡ്. ഒന്ന് ചെയ്ത് നോക്കുക അത് കേട്ടോ. സെയിം പ്രോബ്ലം തന്നെയാണ്. വാല്യൂസ് ഗിവൺ ഹിയർ. Then another question is a solid aluminum shaft of 1 meter long and 50 mm diameter is to be replaced by a hollow steel shaft of the same length and same outside diameter. Calculate in a similar problem തന്നെ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കാം. Then another problem is like this. ഇവിടെയും സോളോ ഷാഫ്റ്റ് is the ഹോളോ റീപ്ലേസ് ചെയ്യണം ഓഫ് ദ സെയിം കണ്ടീഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി നിങ്ങൾ അതിലേക്ക് പ്രോബ്ലത്തിലേക്ക് എത്തുക. ഇഫ് എനി ഡൗട്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഇത് നേരത്തെ ചെയ്ത പോലത്തെ കമ്പയർ ദ വെയിറ്റ് ഓഫ് ദ സോളിഡ് ആൻഡ് ഹോളോ ഷാഫ്റ്റ്. ഇത് നമ്മൾ ചെയ്തു നേരത്തെ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി ഉണ്ടല്ലോ. ഇതും ചെയ്തതാണ്. അതേപോലത്തെ പ്രോബ്ലം ട്രൈ നോക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ സ്ട്രെയിൻ എനർജി പാർട്ടിലാണ്. കാൽക്കുലേറ്റ് ദ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ സോളിഡ് ഷാഫ്റ്റ് ഡയമീറ്റർ. ഡയമീറ്റർ ഇസ് ഗിവൺ, ലെങ്ത് ഇസ് ഗിവൺ, ഷിയർ സ്ട്രെസ് ഇസ് ഗിവൺ. രണ്ട് തരത്തിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഒന്ന് നേരത്തെ ചെയ്ത പോലെ ഡയറക്റ്റ് ഈ ഫോർമുല സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇസ് ഈക്വൽ ടു ടോ സ്ക്വയർ ബൈ 4c ഇൻറ്റു വോളിയം ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു തീറ്റ. ടീന്റെ വാല്യൂ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഈ റിജിഡിറ്റി ടോർഷൻ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. തീറ്റന്റെ വാല്യൂ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു തീറ്റ ഉപയോഗിച്ചാൽ വിൽ ബി ഗെറ്റിംഗ് ദിസ് സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു 74.83 ന്യൂട്ടൺ മീറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് ആർ 400 എക്സെട്ര. ലെങ്ത് ഓഫ് ഷാഫ്റ്റ് ഇസ് ഗിവൺ. സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് when it is subject to shear stress of 50 Newton. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതുള്ളത്. ഇവിടെയും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇല്ല, ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ യൂസിങ് ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാം, തീറ്റയും കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാൻ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ടോർഷണൽ ഇക്വേഷൻ, തീറ്റ കണ്ടുപിടിക്കാൻ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ടോർഷണൽ ഇക്വേഷൻ. രണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യാപിറ്റൽ ടി ഇൻറ്റു തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ഇതിൽ അവർ ഇങ്ങനെ ഒരു ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കോംപ്ലിക്കേഷനിൽ പോകണ്ട. നമ്മൾ പറയുന്ന ഒറ്റ ആ സ്റ്റേജിൽ തന്നെ ആ രീതിയിൽ തന്നെ പോയാൽ നിങ്ങൾക്ക് ഇക്വേഷൻ പഠിക്കുന്നത് കുറയ്ക്കാം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ഹോളോ ഷാഫ്റ്റ് ഓഫ് ഇന്റേണൽ ഡയമീറ്റർ subject to a pure torque and attains a maximum stress tau at the outer surface of the shaft. Internal diameter 100 mm. If the strainage stored in the hollow shaft is given by tau square by 3c into volume, direct അവർ തന്നു tau square by 3c into volume ആണ്. Determine the external diameter of the shaft. അപ്പോൾ യുവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. യുവിന്റെ ഇക്വേഷൻ ഇതാണ്. tau square by 3c into volume is the strainage stored. നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യാപിറ്റൽ ടി ഇൻറ്റു ഹാഫ് ഇൻറ്റു ടോർക്ക് ഇൻറ്റു തീറ്റയാണ്. അപ്പോൾ ടോർക്കിൻ്റെ തീറ്റേൻ്റെ ഇക്വേഷനിലേക്ക് ടോർഷൻ ഇക്വേഷൻ്റെ അകത്തുനിന്ന് രണ്ട് പാർട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. അതിനൊരു കോമൺ ഫോമിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ടിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
അല്ലേ? ക്ലിയർ അല്ലേ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ക്വസ്റ്റിൽ നമുക്ക് വേണ്ടത് തന്നിരിക്കുന്നത് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ടോ സ്ക്വയർ ബൈ 3c ഇൻറ്റു വോളിയം എന്ന് തന്നിരിക്കുന്നത്. വാട്ട് യു ഹാവ് ടു കാൽക്കുലേറ്റ്? വി ഹാവ് ടു ഡിറ്റർമിൻ ദ എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് ദ DO ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കറിയാം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു തീറ്റ ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ടി ഇൻ ടേംസ് ഓഫ് നമുക്ക് വി നോ ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ എന്നറിയാം. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ടോ ജെ ബൈ ആർ ഇൻറ്റു തീറ്റ. തീറ്റ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? സി തീറ്റ ബൈ എൽ ഇവിടേക്ക് തന്നെ കൊണ്ടുവരാം. സോ തീറ്റ ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു എൽ ബൈ സി ആർ എന്ന് എഴുതാം തീറ്റയ്ക്ക്, അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ടോ സ്ക്വയർ വന്നു ഡിവൈഡഡ് ബൈ 2c കോൺസ്റ്റന്റ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നു, എൽ എടുത്തു, ബാക്കിയുള്ളത് ഒരു ജെ ആണ്, ജെ ബൈ ആർ സ്ക്വയർ ഉണ്ടാവും, അല്ലേ? ഹാഫ് സി കൊണ്ടുവന്നു, ആർ സ്ക്വയർ ഇവിടെ എഴുതി, ടോ സ്ക്വയർ ജെ എൽ, ഓക്കെ. ഇതാണ് സംഭവം. ഇനി ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ നമുക്ക് എഴുതാം. അപ്പോൾ ടോ സ്ക്വയർ എൽ ബൈ 2c ഇൻറ്റു ജെ ഈസ് പൈ ബൈ 32 ഇൻറ്റു ഡി ഔട്ട് സ്ക്വയർ മൈനസ് ഡി ഇന്നർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഡി ഔട്ടർ സ്ക്വയർ ബൈ 4. So rearranging, it will be ഇത് 4 32 8 2 16. സോ ടോ സ്ക്വയർ എൽ ബൈ 16c ഇൻറ്റു പൈ ഇൻറ്റു ഡി ഔട്ടർ റേസ് ടു 4 മൈനസ് ഡി ഇന്നർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ ഡി ഔട്ടർ റേസ് ടു 4, അല്ല ഡി ഔട്ടർ സ്ക്വയർ, അല്ലേ? സോ ദാറ്റ് ഈസ് ദ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? ദിസ് ഈസ് ദ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇക്വേഷനിലേക്ക് പോയെന്ന് വെച്ചാൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു എന്ന രീതിയിലാണ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു ടോ സ്ക്വയർ ബൈ 3c ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറയുന്നത് ഏരിയ പൈ ബൈ 4 ഡി ഔട്ടർ സ്ക്വയർ മൈനസ് ഡി ഇന്നർ സ്ക്വയർ ഇൻറ്റു ലെങ്ത്, അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വലാന്ന് പറഞ്ഞു. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിലെ കോമൺ ഫോം ഒക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഈ എല്ല് ക്യാൻസലായി, ഈ എല്ലും ക്യാൻസലായി, സി ക്യാൻസലായി, സി ക്യാൻസലായി, പൈ പോയി. നമുക്കിവിടെ ഈ 4 ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി 4 ഹിയർ. ടോ സ്ക്വയർ ക്യാൻസലായി. സോ ഓൺലി ബാക്കിയുള്ള എന്താ? ഡി റേസ് ടു 4 മൈനസ് ഡി ഐ റേസ് ടു 4 ബൈ സാധനമുണ്ട്. ഈ ഡി റേസ് ടു 4 ഇപ്പൊ നമ്മളൊന്നും എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്: ഡി ഔട്ടർ 4 മൈനസ് ഡി ഇന്നർ 4 ഡിവൈഡഡ് ബൈ 4 ഡി ഔട്ടർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി ഔട്ടർ സ്ക്വയർ മൈനസ് ഡി ഇന്നർ സ്ക്വയർ ബൈ 3 എന്ന് വരും. പക്ഷേ എ റേസ് ടു 4 മൈനസ് ബി റേസ് ടു 4 ഈസ് ഈക്വൽ ടു എ റേസ് ടു, ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. ഇതിനെ എ റേസ് ടു 4 മൈനസ് ബി റേസ് ടു 4 ആണ്. ദാറ്റ് വിൽ ബി ഡി ഔട്ടർ സ്ക്വയർ മൈനസ് ഡി ഇന്നർ സ്ക്വയർ ഇൻറ്റു ഡി ഔട്ടർ സ്ക്വയർ പ്ലസ് ഡി ഇന്നർ സ്ക്വയർ എന്നാണ് ഈ പറഞ്ഞ സാധനം. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഡി ഔട്ടർ സ്ക്വയർ മൈനസ് ഡി ഇന്നർ സ്ക്വയർ ഉണ്ട്, ഇതിലുണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? ഇതിലേക്ക് വന്നാൽ ബാക്കി ഡി ഔട്ടർ സ്ക്വയർ പ്ലസ് ഡി ഇന്നർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി ഔട്ടർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4/3. കിട്ടില്ലോ? അപ്പൊ ഇതൊന്നുകൂടി മാറ്റി എഴുതിയാൽ വരും. ഒന്നുകൂടി മാറ്റി എഴുതിയാൽ
1 plus di by d outer square is equal to 4 by 3. And so di by d outer is equal to 4 by 3 minus 1. 4 by 3 minus 1 in the square root. That solve ചെയ്ത് കഴിഞ്ഞാൽ we will be getting d outer is equal to 173 mm കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇപ്പം നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ട് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ടെക്സ്റ്റിൽ എന്താണ് അവർ ചെയ്തത് നോക്കാം നമുക്ക്. ടെക്സ്റ്റിൽ അവർ മറ്റേ ജനറൽ ഫോം ഇങ്ങനെ ഒരു ഫോമുലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. അത് നമുക്കത് വേണമെന്നില്ല. നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ തന്നെ ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ ആൻസർ ഇസ് 173.21. ഓക്കെ അല്ലേ? ഓക്കെ. So by that, this entire MOS portion is over. Coming to the last problem and coming to an end. അപ്പോൾ നമ്മൾ എല്ലാ തിയറി പാർട്ടും കവർ ചെയ്തു, എല്ലാ പ്രോബ്ലംസും കവർ ചെയ്തു. വേരിയസ് പ്രോബ്ലംസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, നമ്പർ ഓഫ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ പുണ്മിയ ടെക്സ്റ്റ് ബുക്കും പിന്നെ ബെൻസാൽ. പുണ്മിയ ടെക്സ്റ്റ് ബുക്കാണ് സിലബസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കറസ്പോണ്ടിങ് ഏരിയയിൽ വരുന്ന മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ പ്രോബ്ലംസും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അവരെ സ്കീമും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ സുഖമായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ തൊട്ട് മുന്നേ ചെയ്ത ഈ ടൈപ്പ് പ്രോബ്ലം, സ്ട്രെയിൻ എനർജീൻ്റെ പ്രോബ്ലത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ അതേ മെത്തഡോളജി തന്നെ നിങ്ങൾ ഉപയോഗിക്കാം. ഫോർമുല ക്രിയേറ്റ് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്യാം. ഓക്കെ, ബൈ.